ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നമുക്കിന്ന് ടെക്സ്റ്റ് ബുക്കിൽ ചെറിയൊരു വർക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ 8ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ 2ാമത്തെ ചാപ്റ്ററാണ് മൂലകങ്ങളും സംയുക്തങ്ങളും. അതിൽ പേജ് നമ്പർ 71 ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. പട്ടിക 5.2 എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. എന്താ നമുക്ക് നോക്കിയാലോ. ഇവിടെ കുറേ പദാർത്ഥങ്ങൾ എഴുതിയിട്ട് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അറിയാവുന്ന പദാർത്ഥങ്ങളുണ്ടോ ഒന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പദാർത്ഥങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഓക്സിജൻ, ജലം, കറിയുപ്പ്, പഞ്ചസാര, കാർബൺ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ, മെഗ്നീഷ്യം ഓക്സൈഡ്. ഇതിൽ നമ്മൾ ചെയ്യേണ്ട പണി എന്താണെന്നറിയോ, ഈ സബ്സ്റ്റൻസസിനെ, പദാർത്ഥങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, മൂലകങ്ങളിൽ നിന്നും സംയുക്തങ്ങളിൽ നിന്നും വേർതിരിക്കണം. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണത്. ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റിലാണെങ്കിൽ എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക, ക്ലാസിഫൈ ദ ഫോളോയിങ് സബ്സ്റ്റൻസസ് ഇൻ ടു എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ മൂലകങ്ങൾ, കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ സംയുക്തങ്ങൾ. അപ്പം നമുക്ക് 1 by 1 ആയിട്ട് ഓരോ പദാർത്ഥങ്ങൾ, സബ്സ്റ്റൻസിൽ എടുത്ത് നോക്കാം. ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഓക്സിജനും ജലവും കറിയുപ്പും പഞ്ചസാരയും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലേ. നമുക്ക് അറിയാത്തത് വളരെ കുറച്ച്. അമോണിയ ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പം നമുക്ക് അറിയാവുന്ന, നമ്മൾ ചുറ്റിലും നമ്മളെപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പദാർത്ഥങ്ങളുണ്ട്. പദാർത്ഥങ്ങൾ എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ചുറ്റിലും കാണുന്നതും നമ്മൾ ഉപയോഗിക്കുന്നതുമായ പദാർത്ഥങ്ങളെ നമ്മൾക്ക് ഇങ്ങനെ 2 കാറ്റഗറി ആക്കാം. എലമെന്റ്സ് എന്നും കോമ്പൗണ്ട്സ് എന്നും മൂലകങ്ങൾ എന്നും സംയുക്തങ്ങൾ എന്നും നമുക്ക് 2 കാറ്റഗറി ആക്കാം. അപ്പോൾ നമുക്കിത് ഓരോന്ന് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ ഏതാണ്? ഓക്സിജൻ ആണ് ഒന്നാമത്തത്. ഓക്സിജൻ നമുക്കറിയാം, നമ്മൾ ശ്വസിക്കുന്ന വാതകമാണല്ലേ ഓക്സിജൻ. ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ഓക്സിജൻ ആറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരേ ഇനം ആറ്റങ്ങളാൽ നിർമ്മിതമായവയാണ് മൂലകങ്ങൾ. സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് അല്ലെ. എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ മെയ്ഡ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ്. അപ്പോൾ ഓക്സിജൻ എന്ന് പറഞ്ഞ ഒരു പദാർത്ഥം എടുത്തു കഴിഞ്ഞാൽ, ഒരു ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ആര് മാത്രമേ ഉള്ളൂ? ഓക്സിജൻ ആറ്റംസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഓക്സിജൻ എന്ത് ചെയ്യാം, നമുക്ക് ഏത് കാറ്റഗറിയിൽ പെടുത്താം? മൂലകങ്ങൾ എന്നുള്ള കാറ്റഗറിയിലാണ് ആര് വരിക? ഓക്സിജൻ വരിക. അപ്പൊ ഇവിടെ ഓർക്കേണ്ട ഒറ്റ കാര്യമാണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എലമെന്റ്സ് വരുമ്പോൾ അത് സംയുക്തങ്ങളിലേക്ക് പോകും. സെയിം ടൈപ്പ് ഓഫ് എലമെന്റ് ആണ് വരുന്നതെങ്കിൽ അത് ഏതായിരിക്കും? മൂലകങ്ങളായിരിക്കും. ഈ ഒരു കാര്യമാണ് അവിടെ നമ്മൾ ഓർക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത് ചെക്ക് ചെയ്യാം. ജലം. ജലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ചെറുപ്പത്തിലേക്ക് കേൾക്കുന്നുണ്ട് അല്ലേ. നമ്മൾ പല വാട്ടർ ബോട്ടിലിന്റെ മുകളിലേക്ക് എഴുതി വെച്ചിട്ട് കാണാം, ജലം എന്ന് പറഞ്ഞാൽ H2O ആണ് എന്ന് നമ്മൾ പലപ്പോഴായിട്ട് പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ട്. അപ്പൊ ജലം എന്ന് പറയുന്നത് അതിൽ 2 തരം എലമെന്റ്സ് ഉണ്ട്. H2O എന്ന് പറഞ്ഞാൽ H is ഹൈഡ്രജൻ ആൻഡ് O is ഓക്സിജൻ. അപ്പൊ നമുക്ക് വാട്ടർ ഈസ് മെയ്ഡ് ഓഫ് 2 ടൈപ്സ് ഓഫ് എലമെന്റ്സ്. 2 ഡിഫറെന്റ് എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ആരുണ്ടാവുന്നത്? വാട്ടർ ഉണ്ടാവുന്നത്. അപ്പൊ അതില് സെയിം ടൈപ്പ് ഓഫ് ആറ്റം അല്ല അല്ലെ. ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാവും, അതുപോലെ തന്നെ ആരുണ്ട്? ഓക്സിജൻ ആറ്റംസും ഉണ്ടാവും. അപ്പൊ രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ മാത്രമാണ് ജലം അല്ലെങ്കിൽ വാട്ടർ എന്ന് പറയുന്ന കോമ്പൗണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ജലം ഏത് കാറ്റഗറിയിലേക്ക് പോകും? സംയുക്തം അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് എന്നുള്ള കാറ്റഗറിയിലേക്കാണ് ജലം പോവുക. നെക്സ്റ്റ് കറിയുപ്പ്. ഉപ്പ് നമ്മൾ എല്ലാ ദിവസവും ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഉപ്പെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താണ്? സോഡിയം ക്ലോറൈഡ് ആണ് അല്ലെ. കറിയുപ്പിന്റെ രാസനാമം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ട്. കറിയുപ്പ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഉപ്പെന്ന് പറയുന്നത് എന്താണ്? സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണ് ഉപ്പെന്ന് പറഞ്ഞാല്. സോഡിയം ക്ലോറൈഡ്. ആ വാക്ക് തന്നെ ശ്രദ്ധിക്കുക. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അതിന് 2 പേരില്ലേ? ആരൊക്കെ ആയിരിക്കും അത്? 2 എലമെന്റ്സ് ഉണ്ട്. ആരൊക്കെയാണ്? ഒന്ന് സോഡിയം, മറ്റത് ക്ലോറിൻ. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് ആര്? കറിയുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ സോഡിയം ക്ലോറൈഡ് നമുക്ക് ഇതിൽ എവിടെയാ വരിക? സംയുക്തങ്ങൾ അല്ലെങ്കിൽ കോമ്പൗണ്ട്സിൽ വരും. അപ്പൊ ഇവിടെ നമുക്ക് എന്തെഴുതാം? സോഡിയം ക്ലോറൈഡ് എന്നെഴുതാം. അഗെയിൻ പഞ്ചസാര. അതും നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതാണ് അല്ലെ. പഞ്ചസാര നമുക്ക് എല്ലാവർക്കും കണ്ടുപരിചയമുള്ള സാധനമാണ്. പക്ഷെ അത് എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്? പഞ്ചസാര എന്ന് പറയുന്നതും ഒരു സംയുക്തമാണ്, കോമ്പൗണ്ട് ആണ്. അതായത് പഞ്ചസാരയിൽ മോർ ദാൻ 1 എലമെന്റ് ഉണ്ടെന്നുള്ളതാണ്. ഒരു എലമെന്റ് മാത്രമല്ല, സെയിം ടൈപ്പ് ഓഫ് ആറ്റം അല്ല പഞ്ചസാരയില്. പഞ്ചസാര എന്ന് പറഞ്ഞാൽ അതിന് കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഈ 3 സംഗതികളും കൂടെ ചേർന്നതാണ് എന്ത്? പഞ്ചസാര എന്ന് പറയുന്നത്. അതുകൊണ്ട് പഞ്ചസാര നമുക്ക് ഏതിൽ പെടുത്താം? പഞ്ചസാര നമുക്ക് സംയുക്തം. ഷുഗർ എന്ന് പറഞ്ഞാൽ അത് ഏതിൽ വരും? കോമ്പൗണ്ടിൽ വരും.
ഓക്കെ, അപ്പൊ പഞ്ചസാര ഏതിൽ വന്നു? സംയുക്തം അല്ലെങ്കിൽ കോമ്പൗണ്ടിൽ വന്നു കഴിഞ്ഞു. ഇനി അഗെയിൻ കാർബൺ. കാർബൺ എന്നുള്ള പേര് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലായി അതിൽ ആര് മാത്രമേ ഉള്ളൂ? കാർബൺ എന്ന് പറയുന്ന ഒരൊറ്റ എലമെന്റ് മാത്രമേ ഉള്ളൂ. അതിൽ ആര് കാർബണിന്റെ ആറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സെയിം ടൈപ്പ് ഓഫ് ആറ്റം ആണെങ്കിൽ അതെവിടെയാ വരിക? മൂലകങ്ങൾ അല്ലെങ്കിൽ ഏതിലാ വരിക? എലമെന്റ്സ് അതിലാണ് വരിക. അപ്പൊ കാർബൺ ഇവിടെ വന്നു. ഓക്സിജൻ ആയിരുന്നു ആദ്യത്തെ മൂലകം, രണ്ടാമത്തത് കാർബൺ. എഗെയിൻ നൈട്രജൻ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം അല്ലെ, അതിൽ ആരേ ഉള്ളൂ? നൈട്രജൻ എന്ന് പറയുന്ന ഒരൊറ്റ എലമെന്റ് മാത്രമേ ഉള്ളൂ. സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പൊ എഗെയിൻ നൈട്രജനും എവിടെ തന്നെ വരും? മൂലകങ്ങളിൽ വരും, നൈട്രജനും വരും. നെക്സ്റ്റ് നോക്കൂ, കാർബൺ ഡൈ ഓക്സൈഡ്. ആ പേര് ഒന്ന് രണ്ട് തവണ പറഞ്ഞു നോക്കിയാട്ടെ. കാർബൺ ഡൈ ഓക്സൈഡ്. അവിടെ രണ്ട് പേരുണ്ട് നമുക്കപ്പോൾ കിട്ടും. ആരൊക്കെയായിരിക്കും? ഒന്ന് കാർബൺ ആണ് ഡെഫിനറ്റ്ലി. രണ്ടാമത്തത് ആരാണ്? ഓക്സൈഡ് എന്ന് പറയുമ്പോൾ അതിലുള്ള രണ്ടാമത്തെ എലമെന്റ് ആരാണ്? ഓക്സിജൻ ആണ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എ കോമ്പൗണ്ട് വിച്ച് ഇസ് മെയ്ഡ് ഓഫ് 2 ടൈപ്പ് ഓഫ് എലമെന്റ്സ്. ഏതൊക്കെയാണ്? കാർബൺ ആൻഡ് ഓക്സിജൻ. അപ്പൊ രണ്ട് ഡിഫറെന്റ് എലമെന്റ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് ഏത് കാറ്റഗറിയിലേക്കാണ് പോവുക? കോമ്പൗണ്ടിലേക്കാണ് പോവുക. അപ്പൊ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എവിടെയായിരിക്കും എഴുതേണ്ടി വരിക? കോമ്പൗണ്ട് അല്ലെങ്കിൽ സംയുക്തങ്ങളിലാണ് ആര് വരിക? കാർബൺ ഡൈ ഓക്സൈഡ് വരിക. നെക്സ്റ്റ് അമോണിയ. അമോണിയ അഗെയിൻ ഒരു ഗ്യാസ് ആണ്. പക്ഷെ അമോണിയ നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവില്ല. അമോണിയ എന്ന് പറയുന്നതും ഒരു കോമ്പൗണ്ട് ആണ്. അമോണിയയിൽ 2 തരം എലമെന്റ്സ് ഉണ്ട്, നൈട്രജനും ഹൈഡ്രജനും. ഈ 2 എലമെന്റ്സ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ് ഇത് അമോണിയ എന്ന് പറയുന്നത്. അപ്പൊ അമോണിയം നമ്മുടെ ഏത് കാറ്റഗറിയിൽ വന്നു? സംയുക്തങ്ങൾ എന്നുള്ള കാറ്റഗറിയിൽ വന്നു കഴിഞ്ഞു. അഗെയിൻ മെഗ്നീഷ്യം ഓക്സൈഡ്. ആ പേര് 1-2 തവണ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അതിൽ ആരൊക്കെയുണ്ട്? മെഗ്നീഷ്യം ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പൊ എഗെയിൻ അത് ഏത് കാറ്റഗറിയിൽ വന്നു കഴിഞ്ഞു? കോമ്പൗണ്ട് എന്നുള്ള കാറ്റഗറിയിൽ വന്നു കഴിഞ്ഞു. അപ്പൊ വളരെ സിമ്പിൾ ആണ് സംഗതി അല്ലെ. അപ്പൊ നമുക്ക് എലമെന്റ്സ് എന്താണ്, കോമ്പൗണ്ട്സ് എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. എലമെന്റ്സ് മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ 3 എണ്ണമാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഓക്സിജൻ, കാർബൺ, നൈട്രജൻ. സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് മാത്രമുള്ളത്, ഒരേ ടൈപ്പ് എലമെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വേറെ കാർബണിന്റെ ആറ്റം അതിൽ ഉണ്ടാവില്ല, നൈട്രജന്റെ ആറ്റം അതിൽ ഉണ്ടാവില്ല. ഓക്സിജൻ ഗ്യാസിൽ ആര് മാത്രമേ ഉള്ളൂ? ഓക്സിജൻ ആറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു കാറ്റഗറി ഏതിൽ വന്നു? എലമെന്റ്സ് ആയി. ഇതെങ്കിൽ നിങ്ങൾ സംയുക്തങ്ങൾ അല്ലെങ്കിൽ കോമ്പൗണ്ട് എന്നുള്ള കാറ്റഗറി ഒന്ന് അത് മാത്രം എടുത്തൊന്ന് വായിച്ചു നോക്കിയേ. ജലം നമുക്കറിയാം, വാട്ടർ ഈസ് ആക്ച്വലി H2O അല്ലെ. ഇറ്റ് ഇസ് മെയ്ഡ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. 2 ടൈപ്പ് എലമെന്റ് വന്നു കഴിഞ്ഞു. അപ്പൊ അതെന്തായി? കോമ്പൗണ്ടായി. എഗെയിൻ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഉപ്പ്, കോമൺ സാൾട്ട് എന്ന് പറയും അല്ലെ, അതെന്താണ്? സോഡിയം ക്ലോറൈഡ് ആണ്. ഉപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ്? സംയുക്താണ്. എഗെയിൻ പഞ്ചസാര. പഞ്ചസാര ഞാനിവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അതൊരൊറ്റ എലമെന്റ് അല്ല പഞ്ചസാര. പഞ്ചസാരയിൽ ആരൊക്കെയുണ്ട്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. 3 ഡിഫറെന്റ് എലമെന്റ്സ് കമ്പൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എഗെയിൻ എന്താണ്? സംയുക്തം അല്ലെങ്കിൽ കോമ്പൗണ്ട് ആണ്. എഗെയിൻ കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്കറിയാം, നമ്മൾ ശ്വസിച്ചിട്ട് ഇൻഹെയിൽ ചെയ്യുന്നത് ഓക്സിജൻ ആണെന്നും പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ പേര് തന്നെ നമുക്കത് ക്ലിയർ ആണ്. അതിൽ കാർബണും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. 2 ഡിഫറെന്റ് ടൈപ്പ് എലമെന്റ്സ് വന്നു കഴിഞ്ഞാൽ എന്താണ്? ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഫോൾ ഇൻ ടു ദി കാറ്റഗറി ഓഫ് കോമ്പൗണ്ട്സ്. കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സംയുക്തങ്ങൾ എന്നുള്ള കാറ്റഗറിയിലേക്ക് അത് വരും. ദെൻ അഗെയിൻ അമോണിയ. അമോണിയ എന്നുള്ള പേരിന്ന് നമുക്ക് മനസ്സിലാവില്ല ഏതൊക്കെയാണ് അതിലെ എലമെന്റ്സ്. പക്ഷെ അതിലുള്ളത് ആരൊക്കെയാണ്? നൈട്രജനും ഹൈഡ്രജനും ഉണ്ട് അമോണിയയിൽ. അഗെയിൻ മെഗ്നീഷ്യം ഓക്സൈഡ്. മെഗ്നീഷ്യം ഓക്സൈഡ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ക്ലിയർ ആണ്, അതിൽ ആരൊക്കെയുണ്ട്? മെഗ്നീഷ്യം ഉണ്ട്, ഓക്സിജനും ഉണ്ട്. അത് അഗെയിൻ എന്തായി? സംയുക്തമായി. അപ്പോൾ ഒന്നുകൂടി ടെക്സ്റ്റ് ബുക്ക് നോക്കി ഒന്നുകൂടെ വായിക്കാം. അതിൻ്റെ ഡെഫിനേഷൻ പഠിച്ചു വെക്കണം. അതേ പേജിൽ കോളത്തിൽ കൊടുത്തിട്ടുണ്ട് വാട്ട് ആർ എലമെന്റ്സ് ആൻഡ് വാട്ട് ആർ കോമ്പൗണ്ട്സ്. എന്താണ് മൂലകങ്ങൾ, എന്താണ് സംയുക്തങ്ങൾ എന്നുള്ളത്. അത് വായിക്കാം. ഒന്ന് ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് 1-2 തവണ ക്ലാസ് കേൾക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ മൂലകങ്ങൾ എന്താണ്, സംയുക്തങ്ങൾ എന്താണ്, വാട്ട് ആർ എലമെന്റ്സ് ആൻഡ് വാട്ട് ആർ കോമ്പൗണ്ട്സ്. അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാനുള്ള ഒരു ചെറിയ വർക്കാണ്. ഈ ഒരു സബ്സ്റ്റൻസ് വായിച്ചു നോക്കിയോ? ക്ലോറിൻ, സൾഫർ ഡൈ ഓക്സൈഡ്, ഫോസ്ഫറസ്, പഞ്ചസാര, നൈട്രിക് ഓക്സൈഡ്, ഹൈഡ്രജൻ ക്ലോറൈഡ്. ഇതിൽ ഏതൊക്കെയാണ് എലമെന്റ്സ് എന്നും ഏതൊക്കെയാണ് കോമ്പൗണ്ട്സ് എന്നും ഒന്ന് കമന്റ് ചെയ്യുക വീഡിയോയുടെ താഴെ വന്നിട്ട് കേട്ടോ. കൂടാതെ എന്ത് ചെയ്യണം? നിങ്ങളുടെ നോട്ട് ബുക്കിൽ, സയൻസ് നോട്ട് ബുക്കിൽ, കെമിസ്ട്രി നോട്ട് ബുക്കിൽ ടേബിൾ വരച്ചിട്ട് ഒന്ന് എഴുതുകയും കൂടെ ചെയ്യാം. ഓക്കെ.